നമസ്കാരം. സന്തോഷത്തിൻ്റെ താക്കോൽ തേടിയുള്ള മറ്റൊരു യാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ സന്തോഷ്. സ്പിരിച്വൽ ഹെൽത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവങ്ങളൊക്കെ വല്ലാത്ത മനോവിഷമത്തിലാണ്. എന്താണെന്നറിയുമോ? ഉദ്ദിഷ്ടകാര്യസിദ്ധി, ആഗ്രഹ സഫലീകരണം എന്നൊക്കെ ചില അന്ധമായ വാഗ്ദാനങ്ങൾ നൽകി പലതരം പ്രശ്നങ്ങൾ അലഞ്ഞു നടക്കുന്ന സാധാരണ മനുഷ്യരെ ദൈവത്തിൻ്റെയും ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പേരിൽ ചൂഷണം ചെയ്യുന്ന സംഭവങ്ങൾ അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിലേക്കായി സ്വർണവും പണവും വഴിപാടായി നൽകിയ രസീതുകളുമായി ആരാധനാലയങ്ങളുടെ മുന്നിൽ പ്രശ്നപരിഹാരത്തിനായി ഒരു യാചകനെ പോലെ ക്യൂ നിൽക്കുമ്പോൾ ചിരിക്കണോ കരയണോ അനുഗ്രഹിക്കണോ എന്നറിയാതെ നമ്മുടെ ദൈവങ്ങൾ സംഘർഷത്തിലാവുന്നു. സുഹൃത്തെ, ഈ ഭൂമിയിൽ വന്ന് ജനിക്കുന്ന മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതം ആൾറെഡി സ്ക്രിപ്റ്റഡ് ആണ്. മനുഷ്യനൊഴികെ മറ്റെല്ലാ ജീവജാലങ്ങളും അത് തിരിച്ചറിഞ്ഞോ അറിയാതെയോ ദൈവത്തെ ചോദ്യം ചെയ്യാതെ ഈ ഭൂമിയിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്നു. പക്ഷേ നമ്മൾ മനുഷ്യരാകട്ടെ ഒഴുക്കിനെതിരെ നീന്തി സൃഷ്ടികർത്താവിനെ മറന്ന്, പ്രകൃതിയെ മറന്ന്, രക്ഷകർത്താക്കളെ മറന്ന്, ഇതെല്ലാം തൻ്റെ കഴിവാണെന്ന് വരുത്തി തീർത്ത് എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രതയിൽ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നു. പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിലും ഓരോ പ്രശ്നങ്ങൾക്കും ദൈവം കൃത്യമായ സൊല്യൂഷൻ കാണിച്ചു തരുന്നു. പക്ഷേ അക്ഷമരായ നമ്മൾ ദൈവം കാണിച്ചു തരുന്ന ഒരു സൊല്യൂഷൻ കാണാതെയുള്ള ഓട്ടപ്പാച്ചിലിൽ ഓരോന്ന് ചെയ്തു കൂട്ടി കൂടുതൽ മാനസിക സംഘർഷത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും ഒടുവിൽ ആത്മഹത്യയിലേക്ക് എത്തപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിലെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ അവരുടെ മാതാപിതാക്കൾ നടത്തി കൊടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളോ കൈക്കൂലികളോ വഴിപാടോ നടത്തുന്നതിൻ്റെ പേരിലാണോ? നമ്മുടെ മകൾ കൃത്യമായി എന്താണ് വേണ്ടതെന്ന് മാതാപിതാക്കൾക്കറിയാം. അതിനേക്കാൾ 100 ഇരട്ടി ശുഷ്കാന്തിയാണ് ദൈവത്തിന് നമ്മുടെ കാര്യത്തിൽ. നമുക്ക് വേണ്ടതൊക്കെ കൃത്യമായി വേണ്ട സമയത്ത് ദൈവം നടത്തിത്തരും. നിങ്ങൾക്കറിയുമോ, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന 80% കാര്യങ്ങളും നന്മയുള്ളതും സന്തോഷമുള്ളതും അനുഗ്രഹത്തിൻ്റെയുമാണ്. പക്ഷെ നമ്മളത് കാണാതെ നമ്മളുണ്ടാക്കുന്ന 20% പ്രശ്നങ്ങളുടെ പിറകെ പോയി ആ 20% വലുതാക്കി 150% ആക്കുന്നു. തിരിച്ചറിയൂ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും നല്ല കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നമ്മൾ കൊടുക്കുന്ന വടമാലകളിലും ആടയാഭരണങ്ങളിലും വഴിപാടുകളിലും നമ്മൾ കത്തിച്ച് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന ടൺ കണക്കിന് മെഴുകുതിരികളിലും സാമ്പ്രാണികളിലും ദൈവം പ്രീതിപ്പെടുന്നത് കൊണ്ടാണ് ജീവിതം ഇങ്ങനെയൊക്കെ പോകുന്നതെന്ന് ഒരിക്കലുമല്ല. സുഹൃത്തെ, ദൈവത്തിന് വേണ്ടത് നിങ്ങൾ കൊടുക്കുന്ന കൈക്കൂലിയല്ല, നിങ്ങളെ തന്നെയാണ്. ഏതു പ്രതിസന്ധിയിലും കിട്ടുന്ന അനുഗ്രഹങ്ങൾക്കും ശ്വസിക്കുന്ന ഓരോ ശ്വാസത്തിനും നന്ദി പറഞ്ഞ് നിങ്ങളെയും നിങ്ങൾക്കുള്ളതിനെയും ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുക. നിങ്ങളുടെ ദശാംശം എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ദിവസത്തിൻ്റെ 10% നിങ്ങളുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായ ആരോഗ്യത്തിന് മാറ്റിവെച്ച് ആരോഗ്യമുള്ള ഒരു മനസ്സും കർമ്മം ചെയ്ത് ജീവിക്കാനുള്ള ശരീരവുമായി കിട്ടിയതിനൊക്കെ കൃതജ്ഞതാപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ താനും ദൈവവും ഒന്നാണ് എന്ന തിരിച്ചറിവിൽ കൂടെ കിട്ടുന്ന ഊർജം നമ്മുടെ ഉള്ളിലെ ആന്തരിക ശക്തി ഉയർത്തി അത് നമ്മൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി വരട്ടെ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം. സന്തോഷ് ഊരനാട്.